ആരും എനിക്കൊരു അംഗീകാരം തരുന്നില്ല. പിന്നെ ഒരു വണ്ടിക്കൂലിക്ക് പോലും എനിക്ക് ആരും ഒന്നും തരത്തില്ല. ഞാൻ കല്ലും മണ്ണും ചുമന്ന് കിട്ടുന്ന കാശും കൊണ്ടാണ് ഇതിനൊക്കെ ഈ വരുന്നത്. ഇന്ത്യക്ക് വരെ ഓടി നമ്മൾ മെഡലും കൊണ്ട് പിന്നെ നമ്മുടെ ജില്ലയിലും അതുപോലെ നാട്ടിലും വന്നണക്ക് ഒരു അനുമോദനം പോലും ആയിരുന്നു. 21 കിലോമീറ്റർ ഓടി 3ാം സ്ഥാനം വിഭാഗപ്പെടും. 21 കിലോമീറ്റർ ജപ്പാനിൽ പോയിട്ട് ഓടിയിട്ട് 3ാം സ്ഥാനം നേടിയ തങ്കമ്മ ചേച്ചിട്ടോ 65 വയസ്സ്. ഇപ്പോൾ 69 വയസ്സ്. അടുത്ത മാരത്തോൺ എവിടെയാണ്? അടുത്ത മാരത്തോൺ കൊച്ചി മരട് നവംബർ 2 10 കിലോമീറ്റർ. ഞാൻ ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, കോലാലംപൂർ. ഇന്ത്യക്ക് വരെ ഓടി നമ്മൾ മെഡലും കൊണ്ട് പിന്നെ നമ്മുടെ ജില്ലയിലും അതുപോലെ നാട്ടിലും വന്നണക്ക് ഒരു അനുമോദനം പോലും ആരും തന്നില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ വെളിരാജ്യത്ത് ഓടി ഒരു മെഡൽ എടുക്കണം. ആര് വിടും? ആര് തരും? ഞാൻ 4ാം ക്ലാസ് മുതൽ സ്പോർട്സിൽ വന്ന ഒരാളാണ്. 5 ഐറ്റത്തിൽ പ്രൈസ് വന്നാല് ഇന്ദിരാഗാന്ധി ഒപ്പിട്ടല്ല സ്വർണ്ണ കളറിലെ മറ്റിക്കൊണ്ട് ഒപ്പിട്ടൊരു സർട്ടിഫിക്കറ്റും ഈ 3 സ്റ്റാർ 2 സ്റ്റാർ 1 സ്റ്റാർ കിട്ടത്തുള്ളൂ. അത് 3 ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഒരുപാട് ദുഃഖങ്ങളാണ്. ഇവരുടെ മനസ്സിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ എന്തായിട്ടും നിങ്ങളുടെ നാട്ടിലേക്ക് ഇവർ അവിടെ വന്നിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ അല്ലേ ശിവോട്ടൻ എന്താ പറയല്ലേ, എന്തെങ്കിലും ഒരു ചെറിയൊരു അവാർഡ്, വലിയൊരു അവാർഡ് വേണ്ട, ഒരു റിബൺ കൊണ്ടെങ്കിലും ഈ അമ്മക്ക് ഈ പെങ്ങക്ക് നിങ്ങളൊരു മാലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചേച്ചി ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ ദൂരം ഓടിയ 1998 ജപ്പാനിൽ ഓക്കിനാവായിലായിരുന്നു. അന്ന് എനിക്ക് 40+. ഞാനവിടെ 21 കിലോമീറ്റർ ഓടി 3ാം സ്ഥാനം വിഭാഗപ്പെടും. 21 കിലോമീറ്റർ ജപ്പാനിൽ പോയിട്ട് ഓടിയിട്ട് 3ാം സ്ഥാനം നേടിയ തങ്കമ്മ ചേച്ചിട്ടോ 65 വയസ്സ്. ഇപ്പോൾ 69 വയസ്സ്. അടുത്ത മാരത്തോൺ എവിടെയാണ്? അടുത്ത മാരത്തോൺ കൊച്ചി മരട് നവംബർ 2 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ കേട്ടോ. ഞാനുണ്ട് എവിടെ മാരത്തോൺ ഓടാൻ പോയാലും ഫിനിഷ് ചെയ്യും. ആണോ? അതാണ് എന്റെ വയനാട്ടിലൊരു മാരത്തോൺ വെച്ചാലോ? മാരത്തോണുണ്ട്. നമുക്ക് എപ്പോ മാരത്തോൺ വരുന്നുണ്ട്. ഒളിമ്പിക്സിന്റെ ഒരു ഭാഗമായിട്ട് സാധനം വരുന്നുണ്ട്. ചേച്ചി മാരത്തോൺ ഉണ്ട്. സംസ്ഥാന മീറ്റ് മാസ്റ്റേഴ്സ് മീറ്റിൽ വയനാട് കൽപ്പറ്റ എത്തിയിട്ട് ലോങ് ജമ്പിൽ സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും 6 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സ്മാർട്ട്നെസ് കണ്ടപ്പോൾ തോന്നി എന്തൊരു മരുന്ന് കയ്യിലുണ്ടെന്ന്. എവിടേക്ക് നിങ്ങൾ പോയ രാജ്യങ്ങൾ? ഞാൻ ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, കോലാലംപൂർ. ഇന്ത്യക്ക് വരെ ഓടി നമ്മൾ മെഡലും കൊണ്ട് പിന്നെ നമ്മുടെ ജില്ലയിലും അതുപോലെ നാട്ടിലും വന്നണക്ക് ഒരു അനുമോദനം പോലും ആരും തന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് ഓടാനുള്ള പ്രചോദനം. ബാക്കി പിന്നെ ആരും എനിക്കൊരു അംഗീകാരം തരുന്നില്ല. പിന്നെ ഒരു വണ്ടിക്കൂലിക്ക് പോലും എനിക്ക് ആരും ഒന്നും തരത്തില്ല. ഞാൻ കല്ലും മണ്ണും ചുമന്ന് കിട്ടുന്ന കാശും കൊണ്ടാണ് ഇതിനൊക്കെ ഈ വരുന്നത്. ഇന്നലെ രാത്രി ഞങ്ങള് ഇവിടുന്ന് പോകുമ്പോ 9 മണിക്ക് അമ്മച്ചിക്ക് നടന്നു പോവാ. ഞങ്ങൾ എവിടേക്കാ പോകണമെന്ന് വിചാരിച്ചു. പറഞ്ഞു ഇവിടെ ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്, 300 റുപ്യ ഉള്ളൂ പറഞ്ഞു. അപ്പൊ നടന്നു പോകുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഓട്ടോയിൽ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ അത്ര കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഈ കായികങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മത്സരിക്കാൻ വരുന്നത്. അത് ഈ ഇതിനോടുള്ളൊരു കായികത്തോടുള്ളൊരു താല്പര്യം കൊണ്ടാണല്ലോ. പിന്നെ എവിടെ മാരത്തോൺ ഉണ്ടായാലും ഞാൻ ഓടാൻ പോകും. അത് മിക്കവാറും കൊണ്ട് 50-ന് മുകളിലോട്ട്. എന്നാലും നമ്മൾ ഈ 10 കിലോമീറ്റർ ഓടി ഫിനിഷ് ചെയ്തൊരു വണ്ടിക്കൂലി തരാമല്ലോ. അത് നടത്തുന്നവർക്ക് അറിയാമല്ലോ, ഇന്നടത്തുനിന്ന് ഇന്ന ആൾക്കാർ വന്ന് പങ്കെടുത്ത്. അങ്ങനെ പോലും ചെയ്യത്തില്ല. ഞാൻ പക്ഷേ കാശ് നോക്കത്തില്ല. കാരണം ഒരു കലാരംഗത്ത് പോകുന്നവർ കാശ് മോഹിക്കരുത്. എന്നാൽ അവർക്ക് അതിനകത്തുകൂടെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. കാശ് മോഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിനകത്ത് നിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനി എനിക്കൊരാഗ്രഹമുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ വെളിരാജ്യത്ത് ഓടി ഒരു മെഡൽ എടുക്കണം. ആര് വിടും? ആര് തരും? അല്ല ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നു, മത്സരിച്ചു, സെക്കൻഡ് നേടി. അപ്പോൾ ചേച്ചി ഒറ്റക്കാണ് വന്ന്? അതെ, ഞാൻ ഞാനെന്നല്ലേ രാവിലെ 11:30 വന്നു. കുറെ പട്ടിക്കുഞ്ഞുങ്ങളുമായിട്ടില്ല എല്ലാ പന്തലയിലിരുന്ന്. ഞാൻ ഉച്ചയ്ക്ക് മഴയില്ലേ, ആ മഴയത്തൊക്കെ പട്ടിക്കുഞ്ഞുങ്ങളെ വിളപ്പിച്ച് അവിടെ ഇരിക്കുക. ഞാൻ ആഹാരം പോലും കഴിക്കാം. വയസ്സിന് മുകളിൽ 90 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾ
അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിൽ നിന്ന് ഇവിടെ വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാരവാഹിയോടെയായ ഷിബോട്ടന് ഇതേക്കുറിച്ച് എന്താണ് പറയാൻ? ഇപ്പോൾ നമ്മൾ ഇവരുടെ ഈ ഒരു സംഭവം കേട്ടു. ഇതുപോലുള്ള നിരവധി പേര് പ്രായമായവർ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ മത്സരത്തോടുള്ള ഈ സ്പോർട്സിനോടുള്ള ഒരു ആവേശം, എന്നിട്ട് അവർ ഒറ്റയ്ക്ക് വന്നിട്ട് ഫസ്റ്റ് നേടുന്നു. അപ്പോൾ ഇത് ഷിബോട്ടന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ സർക്കാരുകൾ ഇതിനുള്ള അത്യാവശ്യം സംവിധാനം ഉണ്ടായി കൊടുക്കുന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നമ്മളെ പ്രൈസ് കൊടുക്കാനാണ് സ്പോർട്സിലൊക്കെ ഇടപെടുന്ന ആളുകൾക്ക് അത്യാവശ്യം എന്ത് കൊടുക്കാൻ തുടങ്ങി. ഒരു അംഗീകാരം കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു മെഡൽ കിട്ടും, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഞങ്ങളിതിന് മെനക്കെട്ട് നടക്കുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും മത്സരത്തിൽ പണ്ട് പങ്കെടുത്തു? ഞാൻ 4ാം ക്ലാസ് മുതൽ സ്പോർട്സിൽ വന്ന ഒരാളാണ്. പണ്ട് 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ എന്നും പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഒപ്പിട്ടൊരു സ്പോർട്സ് ഉണ്ടായിരുന്നു. അതിൽ ആ 3 സ്റ്റാർ ഞാൻ എടുത്തേക്ക് 5 ഐറ്റത്തിൽ പ്രൈസ് വന്നാൽ ഇന്ദിരാഗാന്ധി ഒപ്പിട്ടല്ല സ്വർണ്ണ കളറിലെ മാറ്റിക്കൊണ്ട് ഒപ്പിട്ടൊരു സർട്ടിഫിക്കറ്റും ഈ 3 സ്റ്റാർ 2 സ്റ്റാർ 1 സ്റ്റാർ കിട്ടത്തുള്ളൂ. അത് 3 ഞാൻ വാങ്ങിച്ചു. ചേച്ചി കൊല്ലം ചേച്ചിൻ്റെ സ്ഥലത്തിൻ്റെ പേരേതാ? ഞാനിപ്പോൾ താമസിക്കുന്നുണ്ട് കരുനാഗപ്പള്ളി, കോഴിക്കോടാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ചെറിയഴിക്കൽ. നിലവിൽ ഇപ്പോൾ ചേച്ചി എവിടെയാണ്? ഞാൻ കൊല്ലത്തെ സ്ഥലത്തിൻ്റെ പേര്? കൊല്ലം കോഴിക്കോട്, കരുനാഗപ്പള്ളി കോഴിക്കോട്. പ്രിയമുള്ളവരെ, കോഴിക്കോട് കരുനാഗപ്പള്ളിയിലെ ശിവോട്ട ഇവിടെ മത്സരത്തിന് വന്നിട്ട് ഇപ്പോൾ മത്സരിച്ച ഐറ്റത്തിൽ സെക്കൻഡ് നേടിയിട്ടുണ്ട്. ഇവരുടെ മനസ്സിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ എന്തായിട്ടും നിങ്ങളുടെ നാട്ടിലേക്ക് ഇവർ അവിടെ വന്നിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ അല്ലേ ശിവോട്ടൻ എന്താ പറയല്ലേ, എന്തെങ്കിലും ഒരു ചെറിയൊരു അവാർഡ്, വലിയൊരു അവാർഡ് വേണ്ട, ഒരു റിബൺ കൊണ്ടെങ്കിലും ഈ അമ്മക്ക് ഈ പെങ്ങക്ക് നിങ്ങളൊരു മാലിട്ട് കൊടുക്കണം കേട്ടോ. അല്ല ശിവോട്ടൻ വളരെ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ച ശിവോട്ടൻ. ഞാനിവർ ഫസ്റ്റ് അടിച്ചപ്പോൾ ഓരോരുത്തരെ വിളിച്ചിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത്രമാത്രം രാജ്യങ്ങളിൽ പോയി ഇത്രമാത്രം മത്സരങ്ങൾ എന്നിട്ടൊരു അംഗീകാരം കിട്ടിയില്ല അറിയുമ്പോൾ മറ്റൊക്കെ നമുക്ക് നോക്കണം. ഇവർ ഏജ് നോക്കണം, എത്ര വയസ്സ്? 65 വയസ്സിൻ്റെ മുകളിലാണ്. എന്നെക്കാളും 10 വയസ്സ് കൂടുതലാണ്. 69 വയസ്സാണ്. ഭക്ഷണത്തിന് ഇപ്പോൾ ടോക്കൺ കൊടുക്കുന്നുണ്ട്. അടുത്ത ഏതാ ചേച്ചി മത്സരം? ഇനിയുണ്ട് നവംബർ 2 മരട് എന്ന സ്ഥലത്ത് ഒരു മാരത്തോൺ ഉണ്ട് 10 കിലോമീറ്റർ. അതിന് പോകണം. പിന്നെ ഡിസംബറിലും ഉണ്ട് തൃശ്ശൂർ കുന്നംകുളത്തിൽ സ്റ്റേറ്റ് മീറ്റ്, പുതിയ ടീം. പിന്നെ ജനുവരി 4 മലപ്പുറത്തൊരു മാരത്തോൺ. അവിടുത്തെ ഒരു സാറ് കൊല്ലം മാരത്തോണിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞ്, ചേച്ചി 10 കിലോമീറ്റർ ഓടുന്ന പോലെ ഓടി നടന്നും വന്നാൽ മതി ചേച്ചി, ഞങ്ങളുടെ സംഘടനയ്ക്ക് 21 ഓടി ഫിനിഷ് ചെയ്താൽ ക്യാഷ് അവാർഡ് തരാമെന്നും പറഞ്ഞിരിക്കുകയാണ്. ആ സാറിൻ്റെ പേരുണ്ട് അലക്സ് എന്ന്. അതിന് പോകണം. എന്തായാലും ആ നാടിന്, ചേച്ചിയുടെ പിന്നെ ജനുവരി 11 പാലക്കാട്, 18 ചെറായി, 25 തൃശ്ശൂർ ഒരു മാരത്തോൺ ഉണ്ട്. അതൊരു പ്രോബ്ലം കാരണം പേര് കൊടുത്തില്ല, വരട്ടെ. അപ്പം ഇനിയും ഓടാൻ പോകണം എന്നൊരാഗ്രഹമുണ്ട്. ചേച്ചി എന്തായാലും ഭക്ഷണം കഴിക്കാം. കരുനാഗപ്പള്ളിക്ക് ഒരു ഗ്രൗണ്ടില്ല. ഞങ്ങളുടെ കരുനാഗപ്പള്ളിക്കൊന്നും പരിശീലനം ചെയ്യാൻ ഒരു ഗ്രൗണ്ടില്ല. പിന്നെ CR മഹേഷ് എന്ന് പറയുന്ന പയ്യനാണ് ഇപ്പോൾ MLA. അദ്ദേഹത്തെ MLA ആക്കിയ ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സ്ഥലമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേര് CR മഹേഷ്. ഉള്ള വയനാടിനെ കുറിച്ച് എന്താ പറയാ ചേച്ചിക്ക്? പിന്നെ വയനാട് നല്ല സ്ഥലമാണ്, കാണാൻ കൊള്ളാം. പിന്നെ ഒരുപാട് ആളുകളുമായിട്ടൊന്നും ഇടപെടാത്തതുകൊണ്ട് ആൾക്കാരെ ഒന്നും അറിയത്തില്ല. എന്നാലും കൊള്ളാം. എന്തായാലും വലിയൊരു സ്പോർട്സ് താരത്തെയാണ് ഷിബോട്ട നമ്മൾ കണ്ടെത്തിയത്. ഷിബോട്ട ഇന്നലെ തന്നെ കാണാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നിരവധി പേരുണ്ടാവും. പണമില്ല എനിക്ക് ഈ സ്ഥലം പോലും എന്നെ കണ്ണീരിലിട്ടിരിക്കും. പിന്നെ കല്യാണം കഴിച്ചൊരു ലവ് മാരേജായി. അയാൾ എന്ന ശ്രീധനത്തിൻ്റെ പേരിൽ ഉപേക്ഷിച്ചു പോയി. തീ വെയിലത്ത് കിടന്ന് കല്ലും മണ്ണും തോന്നുന്നു. ഇപ്പോഴും ഞാൻ മറ്റാട് പണിക്കൊക്കെ പോകും. ആരും എനിക്കൊരു കൂലിപ്പണി പോലും തരുന്നില്ല. ഞാൻ എവിടെയെങ്കിലും തല ചുറ്റി വീഴുമെന്നും പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും സാറേ? എങ്ങനെ ജീവിക്കും? എന്തായാലും അതെ എൻ്റെ 2 അമ്മമാർ സ്പോർട്സിലുണ്ട്. TS കൃഷ്ണൻ, TS രമണൻ. എന്തായാലും ചേച്ചി മനസ്സ് ഒരു കാരണവശാലും തളരരുത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്ര പേരുടെ ഇടയിൽ 14 ജില്ലകളിലത്തെ കായിക താരങ്ങൾ വന്ന് മത്സരിച്ച് മാറ്റിവെക്കുന്ന കൂട്ടത്തിൽ സെക്കൻഡ് പ്രൈസ് നേടി അടുത്ത മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. പോയിട്ട് ഭക്ഷണം കഴിക്കുക. എന്നോട് സംസാരിക്കണ മുമ്പ് എങ്ങനെയായിരുന്നു ചേച്ചി? അതേപോലെ തന്നെ മനസ്സ് മതി കേട്ടോ. ഓക്കെ, 200, 300 ഒക്കെ മത്സരിച്ച് ഫസ്റ്റ് നക്ഷത്രമാണ്. അനിടം നക്ഷത്രത്തിന് ജന്മമൃഗം പുള്ളിമാന. അതിങ്ങനെ ഓടിയോട് നിൽക്കുകയില്ല. അതുപോലെ ഞാനും നിൽക്കുന്നത്. തളർത്താൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ചേച്ചിയെ തളർത്താൻ പറ്റില്ല.
എന്നാൽ ശരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. അടുത്ത മത്സരം നമ്മൾ ഇതിന് മുമ്പ് സംസാരിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ മനസ്സെങ്ങനെ അങ്ങനെ മതി. ഇപ്പം സംസാരിച്ച കാര്യങ്ങളൊന്നും അല്ലേ, ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാലം എത്ര വയസ്സ് താഴെ മുന്നിൽ ചാടിയിട്ടാണ്. ജീവിതത്തിൽ വന്നിട്ടുള്ള ദുഃഖങ്ങളെല്ലാം ഞാൻ ഓർക്കുമ്പോൾ മറക്കുന്നത്. പണ്ട് ഇതിലും വലുതൊന്നുമില്ല, ഇതും ആ കൂട്ടത്തിൽ കിടക്കട്ടെ, അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യലോ, ഒരു 100 മീറ്റർ എൻ്റെ കൂടെ ഓടാനുണ്ടോ? എന്താ എന്താ ചേച്ചി സാറോടി ഇങ്ങ് പോരും. ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരനായ ശിവോട്ടിന് ചെറിയൊരു കാല് പരിക്ക് പറ്റിയിട്ട് മര്യാദയ്ക്ക് നടക്കാൻ തന്നെ കഴിയാം. ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? 5ാം ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ശിവോട്ടിനാട്ടോ. ശിവോട്ടാ, ഇവിടെ ഇത്ര പേര് വന്നിട്ടുണ്ട് അറിയാലോ, 14 ജില്ല. ഇത്ര പേര് ഓടുന്ന എത്രയോ പ്രായമായവരും മുടി നരച്ചവരും പ്രായവും നടക്കാൻ പറ്റാത്തവരൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചെറുപ്പക്കാരുണ്ട് 30 വയസ്സ് മുതൽ. പക്ഷെ അവരെ അടിയിൽ നിന്നൊക്കെ നമുക്ക് രണ്ടാക്കും ഈ ഒരു അമ്മയെ മാത്രം തിരഞ്ഞെടുക്കാൻ എങ്ങനെ പറ്റി? അപ്പോൾ ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. ചില മാണിക്യങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ചേച്ചി ഭക്ഷണം കഴിക്കാട്ടോ. ഓക്കെ, ഉഷാറാക്കാം. നിങ്ങൾക്ക് വലിയ അംഗീകാരങ്ങൾ നാട്ടിൽ നിന്ന് കിട്ടും. കിട്ടിയില്ല ഞാനും ശിവോട്ടിന് നിങ്ങൾക്ക് അംഗീകാരം കൊണ്ട് വരും, വയനാട്ടിൽ നിന്ന് വരും. ഓക്കെ, ഇങ്ങോട്ട് വാ. ഇത്ര നേരം ക്യാമറ എടുത്തില്ലേ, ഇങ്ങോട്ട് വാ. ഇനി ശിവോട്ട ചെയ്. എന്നാ എന്താണ് പറയല്ലേ ചേച്ചി? ഇനിയും ഓടി ഒരുപാട് ദൂരങ്ങളിൽ ഓടി മാത്രല്ല ചാടി. ചേച്ചിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല. ഇനി ചേച്ചിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അല്ലേ? വിഷമങ്ങളൊക്കെ അതിന്റെ ഭാഗത്തൂടെ പോട്ടെ. ചേച്ചി ഇനി മുന്നോട്ടുള്ള യാത്ര നമ്മൾ എത്ര നാള് ഇനി മുന്നോട്ട് പോകുമ്പോളേ വയസ്സിൽ നിന്ന് വരുവല്ലേ. ആർക്ക് വയസ്സായി? ചാട്ടം ചാടിയിട്ട് അത്ര പേരിന്ന് ഫസ്റ്റ് വാങ്ങിയിട്ട് ഇനി എത്ര മുന്നോട്ട് പോകുന്നില്ലേ? ചേച്ചിനെ കണ്ടാലും തോന്നുന്നില്ല. ഇന്ന് ചേച്ചിയുടെ മനസ്സിലെ ഒരാഗ്രഹം, ചേച്ചിക്ക് മറ്റുള്ള വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ജോലി എവിടെയെങ്കിലും, അതായത് കുട്ടികളെ അല്ലേ സ്പോർട്സിൽ പ്രാക്ടീസ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനമല്ലേ അല്ലേ, അത് എവിടെയാണെങ്കിലും ചേച്ചി ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഐഡിയ അല്ലെ അങ്ങനത്തെ ഒരു സംഭവം ഒരു മാറ്റർ നിങ്ങളിലുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ എൻ്റെ അടുത്ത് തരാം. ചേച്ചിക്ക് ഒരു ജോലി കൊടുക്കണം കേട്ടോ. സ്മാർട്ടാണ്. ഇതാ ഈ 69 വയസ്സിലും സമ്മാനം ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് നേടി. തുടർന്ന് 21 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിലേക്ക് മലപ്പുറത്തും കൊച്ചിയിലെ മരടിലും ഒക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്.